ഉദ്ഹിയ്യത്ത് എന്ന് പറഞ്ഞാൽ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, കാരണവന്മാരെ, ഉദ്ഹിയ്യത്ത് അത് വലിയ കൂലി കിട്ടുന്ന കാര്യമാണ്. സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, ഉദ്ഹിയ്യത്ത് അറുത്ത മനുഷ്യനെ അവന് പ്രതികൂലമായി ഒരു അവസ്ഥയും ആഖിറത്തിൽ വരാൻ ആ മൃഗം സമ്മതിക്കൂല എന്നാണ്. ആത്മാർത്ഥമായിട്ട് ഉദ്ഹിയ്യത്ത് അറുക്കുന്ന മനുഷ്യനെ സംബന്ധിച്ച്, എന്റെ മൃഗം ഇത്ര രൂപന്റെ മൃഗാണ്, ഇത്ര വലുപ്പമുണ്ടായിരുന്നു, എല്ലാവരെക്കാളും വലുപ്പം എന്റെ മൃഗം വേണം, എല്ലാവരെക്കാളും കാശ് കൂടുതൽ എന്റെ മൃഗത്തിനായിരിക്കണം, അതിന് പബ്ലിസിറ്റി ലഭിക്കണം എന്ന ഉദ്ദേശമല്ല. നമുക്ക് ലക്ഷ്യം വെക്കാം, അവനേക്കാൾ കൂടുതൽ വലിയ മൃഗത്തെ എനിക്ക് അറുക്കണം എന്ന് ഉദ്ദേശിക്കുന്നതിന് തെറ്റില്ല. കാരണം സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹു, ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു അവര് സ്വതക്ക ചെയ്യുന്ന വിഷയത്തിൽ മത്സരമുണ്ടായിരുന്നു. നല്ല കാര്യത്തിന് മത്സരിക്കാം, ആളുകളുടെ ഇടയിൽ പേരെടുക്കാനല്ല, നല്ല കാര്യത്തിന് അള്ളാഹ് കൂലി തരണം, എനിക്കൊരുപാട് നന്മ ചെയ്യണം, അവനേക്കാൾ കൂടുതൽ നന്മ ചെയ്ത് അള്ളാന്റെ പൊരുത്തം എനിക്ക് കരസ്ഥമാക്കണം എന്ന ലക്ഷ്യത്തോടുകൂടെ മത്സരിക്കുന്നതിന് തെറ്റില്ല. അല്ലാതെ ജനങ്ങളൊക്കെ ഒന്ന് അറിയണം അല്ലേ, ഔദ്ഹിയ്യത്ത് അറുക്കാൻ ഇങ്ങനെ കൊണ്ടുവരുമ്പോ ആ കയറും പിടിച്ചിട്ട് പോത്തിനെ പിടിച്ചിങ്ങനെ വരുമ്പോ എന്റെ പോത്താണ് വലുത് അല്ലേ, അങ്ങനെ ചിന്തിച്ചാൽ അവൻ പോത്താകും എന്നല്ലാതെ പോത്തുകൊണ്ടൊരു ഗുണം അള്ളാഹുവിന്റെ അടുക്കൽ നിന്ന് ലഭിക്കൂല. മനസ്സിലായോ? ഞാൻ പറഞ്ഞു മനസ്സിലായില്ലേ? അള്ളാഹുവിന്റെ പൊരുത്തം ഉദ്ദേശിക്കണം. നമ്മളൊക്കെ അങ്ങനെ ചെയ്യുന്നവരാ. അപ്പോ ആ രീതിയിൽ പടച്ചവന്റെ പൊരുത്തം ഉദ്ദേശിച്ചു ഒരാൾ ഉദ്ഹിയ്യത്ത് അറുത്താൽ അവന് പ്രതികൂലമായ ഒരു സാഹചര്യവും ആഖിറത്തിൽ വരാൻ ആ മൃഗം സമ്മതിക്കൂല. രാജകീയമായി ഖബറിൽ നിന്ന് അവൻ എഴുന്നേറ്റു വരും, അവന് വാഹനമായി അവനെ കൊണ്ടുപോകാൻ, അവൻ ആനയിച്ചു കൊണ്ടുപോകാൻ ഖബറിന്റെ സമീപത്ത് ആ മൃഗം വന്ന് നിൽക്കുമെന്ന് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കുകയാണ്. വിശുദ്ധ ഖുർആനിൽ അള്ളാഹു പറഞ്ഞു, ഓ നബിയെ, അവിടുന്ന് പറയണം, ലൻ യനാലല്ലാഹ ലുഹൂമുഹാ വലാ ദിമാഉഹാ, ഒരിക്കലും മൃഗത്തിന്റെ രക്തമോ മാംസമോ അള്ളാഹുവിലേക്ക് എത്തുകയില്ല. നിങ്ങൾ ഉദ്ഹിയ്യത്ത് അറുക്കുന്നുണ്ടെങ്കിൽ ആ ഉദ്ഹിയ്യത്തിന്റെ മൃഗത്തിന്റെ രക്തത്തിനോ മാംസത്തിനോ അള്ളാഹു വില കൽപ്പിക്കുന്നില്ല. മൃഗത്തിന്റെ വലുപ്പത്തിലല്ല കാര്യം, വലുപ്പത്തിന് കാര്യമുണ്ട്, പക്ഷേ അടിസ്ഥാനപരമായി അള്ളാഹുവിലേക്ക് എത്തുന്നത് സൂറത്തുൽ ഹജ്ജ് പരിശോധിച്ചാൽ കാണാം, ലൻ യനാലല്ലാഹ ലുഹൂമുഹാ വലാ ദിമാഉഹാ. ഓ നബിയെ, അവിടുന്ന് പഠിപ്പിക്കണം, ഉദ്ഹിയ്യത്തിന്റെ മാംസമോ ഉദ്ഹിയ്യത്തിന്റെ രക്തമോ അള്ളാഹുവിലേക്ക് എത്തില്ല. അള്ളാഹുവിലേക്ക് എത്തുന്നത് വലാകിൻ യനാലുഹു തഖ്വാ മിൻകും, ആ അറിവിലൂടെ പടച്ചവനുമായി നിങ്ങളുടെ ഹൃദയത്തിന് എത്രത്തോളം ബന്ധമുണ്ട്, നിങ്ങളുടെ ഹൃദയത്തിൽ ആ അറവയിലൂടെ എത്രത്തോളം തഖ്വ ഹൃദയത്തിലുണ്ടോ, ആ തഖ്വക്കാണ് പടച്ചവന്റെ അടുക്കൽ സ്ഥാനമുള്ളത്. തഖ്വയാണ് അള്ളാഹ് പരിഗണിക്കുന്നത്. ഹൃദയത്തിലേക്കാണ് അള്ളാന്റെ നോട്ടം. ഒരാൾ അറവ നടത്തുമ്പോ ഹൃദയത്തിലേക്കാണ് പടച്ചവന്റെ നോട്ടം. അതല്ലേ വല്ലാത്ത സംഭവം. മാഷാ അല്ലാഹ്, ഉദ്ഹിയ്യത്തിന്റെ പശ്ചാത്തലം നമ്മൾ പരിശോധിച്ചു നോക്കുമ്പോ ആ തഖ്വയിൽ അധിഷ്ഠിതമായ ഒരു അറവ നടന്നിട്ടുണ്ട്. നിങ്ങൾ കേട്ടില്ലേ, സൂറത്തു സ്വാഫാത്ത് പരിശോധിച്ചാൽ നമുക്ക് കാണാം, മഹാനായ ഖലീലുല്ലാഹി ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാം ഒരുപാട് ത്യാഗം സഹിച്ചു. ഇബ്രാഹിം നബി അലൈഹിസ്സലാമിനോട് സ്വന്തം കുഞ്ഞിനെ അറുക്കാൻ പറയുകയാണ്. എങ്ങനെ ഇത് ഉൾക്കൊള്ളും അല്ലേ? ഇതെങ്ങനെ ഉൾക്കൊള്ളും? സ്വന്തം കുഞ്ഞിനെ അറവ നടത്തുകയോ? എന്തൊരു അത്ഭുതമാണ്! അതിനേക്കാൾ എന്ത് സങ്കടകരമാണ്, എന്തൊരു ദുഃഖകരമായ സംഭവമാണ് സ്വന്തം കുഞ്ഞിനെ അറക്കാൻ. സ്വാഭാവിക മരണം കുഞ്ഞിന് സംഭവിച്ചാൽ തന്നെ നമുക്ക് ആ ദുഃഖം സഹിക്കാൻ കഴിയുമോ? നമുക്കത് സഹിക്കാൻ കഴിയുമോ? ഇല്ല, ഇല്ല. അങ്ങനെയുള്ള ഒരു വിഷയത്തിലാണ് സ്വന്തം കുഞ്ഞിനെ അറുക്കാൻ വേണ്ടി ഇബ്രാഹിം നബി അലൈഹിസ്സലാമിനോട് അള്ളാഹുവിന്റെ കൽപ്പന വരുന്നത്. ഒരുപാട് പ്രാർത്ഥിച്ചുകൊണ്ട്, പടച്ചവനെ, എനിക്കൊരു കുഞ്ഞിനെ വേണം, എനിക്കൊരു മകനെ വേണമെന്ന് പ്രാർത്ഥിച്ചിട്ട് അള്ളാഹ് കനിഞ്ഞേകിയ ഒരു കുഞ്ഞാണ് ദബീഹുല്ലാഹി ഇസ്മാഈൽ അലൈഹിസ്സലാത്തു വസ്സലാം.
കാണാൻ സുമുഖനായ കുട്ടിയാണ്, കാണാൻ സുന്ദരനായ കുട്ടിയാണ്. ആ കുട്ടിയെ കൊണ്ടുപോകുകയാണ്. ഒരു ദിവസം മഹാനായ ഇബ്രാഹിം നബി അലൈഹിസ്സലാം രാത്രി കിടന്നുറങ്ങുന്ന സമയത്താണ് സ്വപ്നത്തിൽ അള്ളാഹുവിന്റെ കൽപ്പന വരുന്നത്. സ്വപ്നത്തിലുള്ള കൽപ്പന അല്ലേ? സ്വപ്നം എല്ലാം ഇസ്ലാമിൽ തെളിവല്ല. ഞാൻ ആ സ്വപ്നം കണ്ടു, ഈ സ്വപ്നം കണ്ടു, അതൊന്നും ഇസ്ലാമിൽ തെളിവല്ല. സ്വപ്നം തെളിവാണ്. സ്വപ്നം അതിന് രേഖാപരമായി സ്വപ്നത്തെ നമുക്ക് ഇസ്ലാമിൽ പരിഗണിക്കാൻ കഴിയുന്ന സ്വപ്നങ്ങളുണ്ട്. അതാരുടെ സ്വപ്നമാണ്? അമ്പിയാക്കളുടെ സ്വപ്നമാണ്. അമ്പിയാക്കളുടെ സ്വപ്നം. അവര് കിടന്നുറങ്ങുന്ന സമയത്ത് അല്ലാഹ് സ്വപ്നത്തിൽ ഒരു കാര്യം കൽപ്പിച്ചാല് അത് തെളിവാണ്, അതവരുടെ വഹയാണ്. കാരണം എന്താണ്? അവരെ കണ്ണുറങ്ങിയാലും അവരെ ഖൽബ് ഉറങ്ങില്ല. ഇമാം ബുസ്രി റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഇദാ നാമത്തിൽ ഐനാനി ലം യനമി. അവരെ കണ്ണുറങ്ങിയാലും ഉറങ്ങാത്ത ഒരു ഖൽബ് അമ്പിയാക്കൾക്കുണ്ട്. അതുകൊണ്ട് അമ്പിയാക്കളുടെ സ്വപ്നം ഇസ്ലാമിലെ തെളിവാണ്. ഇബ്രാഹിം നബി അലൈഹിസ്സലാം കിടന്നുറങ്ങുമ്പോ അല്ലാഹ് കൽപ്പിക്കുകയാണ്, യാ ഇബ്രാഹിം, ഓ ഇബ്രാഹിം, നിങ്ങളെ കുട്ടിയെ നിങ്ങൾ അറവ നടത്തണം. കൽപ്പിച്ചു, അല്ലാഹ് കൽപ്പിച്ചു. അല്ലാഹ് കൽപ്പിച്ചാൽ, പടച്ചവൻ പറഞ്ഞാൽ പിന്നെ കുട്ടിയാണോ ഭാര്യയാണോ അല്ലെങ്കിൽ വേണ്ടപ്പെട്ടവരാണോ എന്ന നോട്ടമില്ല. ആ കൽപ്പന നടത്തുക എന്നല്ലാതെ മറ്റൊരു ചിന്ത ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന്റെ മനസ്സിൽ വന്നില്ല. കുട്ടിയെ അറുക്കാൻ അല്ലാഹ് പറഞ്ഞ അറുക്കന്നെ, പിന്നെന്താ അതിലൊന്നും നോട്ടമില്ല. ഇന്നും നമുക്ക് മക്കയിൽ പോയാൽ കാണാം, ഇബ്രാഹിം നബി അലൈഹിസ്സലാം സ്വന്തം കുഞ്ഞിനെ അറക്കാൻ വേണ്ടി കിടത്തിയ സ്ഥലം ഇന്നും നമുക്ക് മക്കയിൽ ചെന്നാൽ കാണാൻ കഴിയും. മിനയിലാണ് സ്ഥലമുള്ളത്. എന്റെ പ്രിയപ്പെട്ടവരെ, അങ്ങനെ സ്വപ്നം കണ്ടു. അങ്ങനെ ഹാജർ ബീവി റളിയല്ലാഹു അൻഹയോട് കളവല്ലാത്ത രീതിയിൽ, അമ്പിയാക്കൾ കളവ് അറിയൂല, അങ്ങനെ വിശ്വസിക്കാനും പാടില്ല. അമ്പിയാക്കൾക്ക് തെറ്റ് പറ്റില്ല, അങ്ങനെ വിശ്വസിക്കാനും പാടില്ല. അങ്ങനെ കളവല്ലാത്ത രീതിയിൽ ഒരു സ്ഥലത്തേക്കൊന്ന് കൊണ്ടുപോകണം മോനെ എന്ന് പറഞ്ഞ് അരയിൽ ഒളിപ്പിച്ച കത്തി ഉമ്മ കണ്ടിട്ടില്ല. ഉമ്മയെങ്ങാനും ആ കത്തി കണ്ടാൽ സഹിക്കൂല. നമ്മളോട് കുഞ്ഞിനറക്കാൻ പറഞ്ഞില്ല അല്ലേ? നമ്മളോട് ആ നിലക്കുള്ള ത്യാഗമൊന്നും ചെയ്യാൻ പറഞ്ഞില്ല. നമ്മളോട് പറഞ്ഞ എന്താ? കഴിവുള്ളവർ ഒരു മൃഗത്തെ മേടിച്ചറക്കുക, ഇതാണ് പറഞ്ഞത്. അൽഹംദുലില്ലാ, നമ്മളെല്ലാവരും അത് ചെയ്യുന്നവരാണ്. ഇനി ഒരു മൃഗത്തെ പൂർണ്ണമായി അറുക്കാൻ കഴിയാത്തവര് 2 പേര് ചേർന്ന് ഒരു മൃഗത്തെ അറുക്കുക, കഴിയാത്തവര് 3 പേര് ചേരട്ടെ, മാക്സിമം പോയാൽ 7 പേര് ചേരട്ടെ. ഈ രീതിയിൽ അറവ നടത്തുക. ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം ആ സ്വപ്നം കണ്ട് അതാ തൊട്ടടുത്ത ദിവസം അരയിൽ ഒളിപ്പിച്ച കത്തിയുമായി കുഞ്ഞിനെ കൊണ്ടുപോകുകയാണ്. കുഞ്ഞിനെ കൊണ്ടുപോയിട്ട് വഴിമധ്യേ കുഞ്ഞിനോട് പറയാണ്, ഫലമ്മാ ബലഗ മഅഹു സഅയാ. സൂറത്തു സ്വാഫാത്തിൽ അല്ലാഹ് പറയാണ്, ഓ നബിയേ, യാത്രാമധ്യേ ഫലമ്മാ ബലഗ മഅഹു സഅയാ, യാത്രാമധ്യേ ഇബ്രാഹിം നബി അലൈഹിസ്സലാം കുഞ്ഞിനെ വിളിക്കുകയാണ്. ഖാല, കുഞ്ഞിനെ വിളിച്ചു, യാ ബുനയ്യ, എന്റെ കുഞ്ഞിമോനെ. അങ്ങനെ വിളിക്കണം മക്കളെ. എടാ എന്ന് പറഞ്ഞു വിളിച്ചാലോ പോടാന്ന് പറയും മക്കള് അല്ലെ? അങ്ങനെ പറയും. വാപ്പാനൊക്കെ പോടാന്ന് പറയും. പോടാ എന്ന് പറഞ്ഞതിൽ നിർത്തിയാൽ രക്ഷപ്പെട്ടു എന്ന് പറയാം. അതാണ് കാരണം, നമ്മളായിട്ട് പറയിപ്പിക്കുകയാണ്. മക്കളോട് സ്നേഹത്തിൽ പെരുമാറിയാൽ ആ സ്നേഹം നമുക്ക് തിരിച്ചു കിട്ടും. ഒരു സുപ്രഭാതത്തിൽ സ്നേഹം കാണിച്ചിട്ട് കാര്യമില്ല. ചെറുപ്പം മുതലേ അവരെ ട്രീറ്റ് ചെയ്ത് ഇസ്ലാമിക ചിട്ടയിൽ വളർത്തിയാൽ അവർ കൃത്യമായ സ്നേഹം നമുക്ക് തിരിച്ചു തരും. ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിന്റെ വിളി കണ്ടോ? യാ ബുനയ്യ. യാ ബനി എന്ന് പറഞ്ഞാൽ എന്റെ മോനെ എന്നർത്ഥം. പക്ഷെ അങ്ങനെയല്ല പറഞ്ഞത്. യാ ബുനയ്യ, എന്റെ കുഞ്ഞിമോനെ, എന്റെ വാത്സല്യനിധിയേ. ഇങ്ങനെയാണ് മക്കളെ അഭിസംബോധന ചെയ്യേണ്ടത്. ഖുർആനിൽ അല്ലാഹ് പഠിപ്പിക്കുകയാണ്. അങ്ങനെ അഭിസംബോധന ചെയ്താൽ കുഞ്ഞുങ്ങളോട് സ്നേഹത്തിൽ നമ്മൾ അവരെ വിളിച്ചുകൊണ്ട് അവരോടൊരു കാര്യം പറഞ്ഞാൽ അവർ കേൾക്കും, സംശയമില്ല. നമ്മളെ വിളി കേട്ടാൽ തന്നെ ആ ഭാഗത്തേക്ക് വരാൻ മോന് തോന്നൂല്ല. ആ രീതിയിലാണ് നമ്മൾ വിളിക്കുക അല്ലേ? സുബ്ഹാനല്ലാഹ്. അങ്ങനെ വിളിച്ചാൽ മക്കൾ അനുസരിക്കൂല. നല്ല സ്നേഹത്തിൽ മക്കളോട് പെരുമാറണം.
വലിയ ഒരു കാര്യം പറയാൻ പോകുകയാണ് ഇബ്രാഹിം നബി അലൈഹിസ്സലാം. നമ്മൾ അറുക്കുന്നത് ചെറിയ കാര്യമല്ല, നമ്മൾ ചെയ്യുന്നത് ചെറിയ കാര്യമല്ല. ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന്റെ ത്യാഗസമ്പൂർണമായ വലിയ ഒരു പ്രവർത്തനമാണ്. നിങ്ങളൊന്ന് സങ്കല്പിച്ച് നോക്ക്. സ്വന്തം കുഞ്ഞിന്റെ കഴുത്തില് കത്തിവെക്കുക. ഓ, വല്ലാത്ത ഒരു രംഗമാണ്, വല്ലാത്ത ഒരു അവസ്ഥയാണ്. സ്വന്തം കുഞ്ഞിന്റെ കഴുത്തില് കത്തിവെക്കുക സാധിക്കുമോ? ഒരുപക്ഷേ മകന് ഇങ്ങോട്ട് ഉപ്പാൻ അറുക്കാൻ ചിലപ്പോ കഴിയാം, ഉപ്പാൻ ആക്രമിക്കാൻ കഴിയാം, അല്ലെ? ഉപ്പാന് ചിലപ്പോ മകൻ ആക്രമിക്കാൻ പ്രയാസം വന്നോളണമെന്നില്ല. പക്ഷെ ഒരു മകനെ ഉപ്പാക്ക് ആക്രമിക്കാൻ സാധ്യത കുറവാണ്. ഇനി അങ്ങനെ ആക്രമിക്കുന്നുണ്ടെങ്കിൽ അയാൾ മനുഷ്യനല്ല, അയാൾ ഏതോ കാട്ടുജീവിയാണ്, അല്ലേ? സ്വന്തം ഉപ്പമാർക്കും ഉമ്മമാർക്കും മക്കളെ ആക്രമിക്കാൻ, അവര് പരാജയപ്പെട്ട് കാണണം, അല്ലെങ്കിൽ അവര് തളരണം എന്ന് ചിന്തിക്കാൻ എത്ര അവരിൽ നിന്ന് വിഷമങ്ങൾ ഉണ്ടായാലും സാധിക്കുകയില്ല. ആ നിലയ്ക്ക് ഇബ്രാഹിം നബി അലൈഹിസ്സലാം അങ്ങനെയുള്ള കാര്യത്തിനാണ് മകന്റെ കഴുത്തിൽ കത്തിവെക്കാൻ പോകുന്നത്. കത്തിവെക്കൂല എന്ന് പറയാൻ പറ്റൂല, അള്ളാന്റെ കൽപ്പനയാണ്. മകനെ തന്നത് അള്ളയാണ്, ആ മകന്റെ കഴുത്തിൽ കത്തിവെക്കാൻ പറയുന്നതും അള്ളയാണ്. മോനെ വിളിക്കാണ്, യാ ബുനയ്യ, എന്റെ കുഞ്ഞു മോനെ, എനിക്ക് നിന്നോടൊരു കാര്യം പറയാനുണ്ട്. ഞാൻ നിന്നെ കല്യാണത്തിനല്ല കൊണ്ടുപോകുന്നത്, നിന്നെ സൽക്കാരത്തിനല്ല കൊണ്ടുപോകുന്നത്. ഇന്നി അറാ ഫിൽ മനാം, ഖുർആനിൽ അല്ലാഹ് പറഞ്ഞതാണ് സൂറത്തു സ്വാഫാത്തിലെ, ഞാൻ ഇന്നലെ സ്വപ്നത്തിൽ കണ്ടുമോനെ. എന്താ കണ്ടതെന്നറിയോ? അന്നീ അദ്ബഹുക, നിന്നെ അറുക്കുന്നതായി സ്വപ്നത്തിൽ കണ്ടു. അഥവാ നിന്നെ അറുക്കാൻ അല്ലാഹ് എന്നോട് ഓർഡർ ഇട്ടിട്ടുണ്ട്. ഞാൻ എന്ത് ചെയ്യണം? ഫൻദുർ മാദാ തറാ, ഞാൻ എന്ത് ചെയ്യണം? മോനോട് ചോദിക്കാണ്, ഞാൻ എന്ത് ചെയ്യണം? വാപ്പ ഒരു കാര്യം ചെയ്യുമ്പോ മോനോട് എന്ത് ചെയ്യണം? മുഷാവറ ചെയ്യണം, കൂടിയാലോചിക്കണം. മക്കളെ കെട്ടിക്കുന്ന സമയത്ത് സാധാരണഗതിയിൽ പുതിയാപ്പിളക്ക് ഇഷ്ടപ്പെട്ടു, എന്നാ പുതിയണ്ണിനോ മോൾക്ക് ഇഷ്ടപ്പെട്ടോ എന്ന് ചോദിക്കണം. മോൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ മാത്രം ആ കല്യാണം നടത്തിയാൽ മതി. അവനിഷ്ടപ്പെട്ടു, ഇവളോട് ചോദിക്കൂല. പക്ഷെ ഇപ്പൊ മാറിയിട്ടുണ്ട്, ഇപ്പൊ ആദ്യം ഇവളോടെ ചോദിക്കുള്ളൂ, കാരണം അല്ലെങ്കിൽ പിടിച്ചാൽ കിട്ടൂല. അപ്പൊ അങ്ങോട്ടും ഇങ്ങോട്ടും ചോദിച്ച് പരസ്പരം ഇഷ്ടപ്പെട്ടാൽ മാത്രമാണ് വിവാഹം നടത്തേണ്ടത്. പഴയ കാലത്ത് എന്തായിരുന്നു? ഉമ്മയും ഉപ്പയും പോയി കാണും, അവർക്ക് ഇഷ്ടപ്പെട്ട വിവാഹം നടത്തുക. അത് തെറ്റാണ്, അങ്ങനെ ചെയ്യാൻ പാടില്ല. അത്രമേൽ ബഹുമാനമൊന്നും ഉപ്പാനോടും ഉമ്മാനോടും വേണ്ട. ഉപ്പാനോട് ബഹുമാനം വേണം. പക്ഷേ കല്യാണം കഴിച്ച് ജീവിക്കുന്നതാരാ? മോനും മോളുമാണ്. അപ്പൊ അവർക്ക് ഇഷ്ടപ്പെടണം. ഉപ്പാക്കും ഉമ്മാക്കും ഇഷ്ടപ്പെട്ടിട്ട് കാര്യമുണ്ടോ? അവരല്ലല്ലോ ജീവിക്കുന്നത്. അവരെ അഭിപ്രായം നമ്മൾ തേടണം, അവരുടെ അഭിപ്രായത്തിന് നമ്മൾ പരിഗണന കൊടുക്കണം, അതിലൊന്നും സംശയമില്ല. പക്ഷേ വിവാഹം കഴിക്കുന്ന മകനും മകളും അവർക്കാണ് ഇഷ്ടപ്പെടേണ്ടത്, അവരുടെ അഭിപ്രായത്തിനാണ് പ്രാമുഖ്യം കൊടുക്കേണ്ടത്. ഏത് കാര്യം ചെയ്യുമ്പോഴും മക്കളോടൊന്ന് കൂടിയാലോചിക്കൽ നല്ല കാര്യമാണ്. അതാണ് ഇതിലൂടെ ഒരുപാട് കാര്യങ്ങൾ വിശുദ്ധ ഇസ്ലാം മുന്നോട്ട് വെക്കുന്നുണ്ട്. ഇബ്രാഹിം നബി അലൈഹിസ്സലാം മകനോട് ചോദിക്കുകയാണ്, നിന്റെ അഭിപ്രായം എന്താണ്? നിന്നെ അറുക്കാൻ വേണ്ടി അള്ളാഹ് പറഞ്ഞിട്ടുണ്ട്, നിന്റെ അഭിപ്രായം എന്താണ്? നിങ്ങളൊന്ന് സങ്കല്പിച്ചു നോക്കിയാ, നമ്മളെ മക്കളോട് മോനെ നിന്നെ അറുക്കാൻ വേണ്ടി അള്ളാഹ് ഇന്നലെ പറഞ്ഞിട്ടുണ്ട്, ഞാൻ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ വാപ്പോടെ കടന്നേ, കാര്യം ഞാൻ സാധിപ്പിച്ചു തരാം എന്ന് പറയും, അല്ലേ? ഫൻദുർ മാദാ തറ, നിന്റെ അഭിപ്രായം എന്താ? ഓ, ഇത് ചോദിച്ചപ്പോ ഇസ്മായിൽ നബി അലൈഹിസ്സലാമിന്റെ റിപ്ലൈ അത് വല്ലാത്ത ഒരു കമന്റാണ്. ലോകം കണ്ട ഏറ്റവും വലിയ പ്രഖ്യാപനം, ലോകം കണ്ട ഏറ്റവും വലിയ അനുസരണയുള്ള മോൻ. കാരണം എന്താ? അനുസരിക്കും. ആ രീതിയിലാണ് മോനെ വിളിച്ചത്, യാ ബുനയ്യ, എന്റെ കുഞ്ഞി മോനെ എന്ന് സ്നേഹത്തോടെ വിളിച്ചപ്പോ മോന്റെ മറുപടി ഖാല, മോൻ പറഞ്ഞത് യാ അബത്തി, അങ്ങോട്ട് കൊടുത്താൽ ഇങ്ങോട്ടും കിട്ടും, എന്റെ പ്രിയപ്പെട്ട പിതാവേ. യാ അബി എന്ന് വെച്ചാൽ എന്താ? എന്റെ അർത്ഥം എന്റെ ഉപ്പ എന്നാണ്. അതിന്റെ കൂടെ യാ അബത്തി അക്ഷരം കൂടി അർത്ഥം കൂടും. എന്റെ പ്രിയപ്പെട്ട, എന്റെ കരളിന്റെ കഷ്ണമായ, എന്റെ എല്ലാം 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 ആയ എന്റെ ഉപ്പാ എന്നാണ് മറുപടി കൊടുക്കുന്നത്. ആര്? മഹാനായ ഇസ്മായിൽ നബി അലൈഹിസ്സലാം. അങ്ങനെ പറഞ്ഞിട്ട് പറയാണ്, ഇഫ്അൽ മാ തുഅ്മർ, എന്നെ അറുക്കാനാണോ അള്ളാഹു ഉപ്പാനോട് പറഞ്ഞതെങ്കിൽ എന്നെ അറുത്തോളണം. മാഷാ അല്ലാഹ്, എന്തൊരു മറുപടിയാ ഇത്! ഏതെങ്കിലും മലയാള മനോരമയിൽ വന്ന ലേഖനമല്ല, വിശുദ്ധ ഖുർആൻ പ്രഖ്യാപിച്ച ഒരു കാര്യമാണ്.
യാ അബതി ഫഅൽ മാ തുമർ, പടച്ചോൻ എന്താണോ കൽപ്പിച്ചത് അതങ്ങ് ചെയ്തോളണം. ലെവലേശം തെറ്റാൻ പാടില്ല. ഞാൻ മോനാണ്, നിങ്ങൾ ഉപ്പയാണ്, ആ വാത്സല്യൊന്നും ഇവിടെ പറ്റൂല. അല്ല പറഞ്ഞത് ചെയ്തോളണം. എന്റെ അടുക്കൽ നിന്ന് ഒബ്ജക്ഷൻ ഉണ്ടാകില്ല. ഇസ്മായിൽ നബി അലൈഹി സ്വലാം പറയാൻ, സതജിദുനി ഇൻഷാ അല്ലാഹു മിനസ് സ്വാബിരീൻ, ഞാൻ ക്ഷമിച്ചുകൊണ്ട് കടന്നു തരും, എന്റെ അടുക്കൽ ഒബ്ജക്ഷൻ ഉണ്ടാകില്ല. ഉപ്പാ, അല്ല കൽപ്പിച്ചത് ചെയ്യണേ, അല്ല കൽപ്പിച്ചത് ചെയ്യണേ ഉപ്പാ. ഇസ്മായിൽ നബി അലൈഹിസ്സലാമിന്റെ സംസാരമാണ്, വല്ലാത്തൊരു സംഭവമാണത്. എന്നിട്ട് മോനെ പിടിച്ചങ്ങനെ കൊണ്ടുപോകാണ്. ചരിത്രം വിശാലമാണ്. മോനങ്ങനെ കൊണ്ടുപോകാണ്, അറുക്കാൻ വേണ്ടിയുള്ള തയ്യാറെടുപ്പാണ്. അങ്ങനെയാണ് ഉദ്ഹിയ്യത്ത് സമ്പ്രദായം ഇസ്ലാമിൽ വന്നത്. ഇൻഷാ അല്ലാഹ് ചരിത്രത്തിലേക്ക് ഞാൻ കടന്നു വരാം. എന്നെ അർത്ഥോളൂ, എന്നാ പിന്നെ നമുക്ക് പോവാം എന്ന് പറഞ്ഞ് കൈപിടിച്ചങ്ങനെ പോവാൻ. ആ പോകുന്ന പോക്കിൽ ചില സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്, ശേഷം പല സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അല്ലാഹുവേ, അവരെ പാത പിൻപറ്റാൻ ഞങ്ങൾക്ക് തൗഫീഖ് നൽകണേ അല്ലാഹ്, ഭാഗ്യം നൽകണേ.